കൃപാസനത്തിന്റെ അച്ഛൻ വരെ സമാധാനം പറയേണ്ടി വന്നു. അതെന്താ അങ്ങനെ ഒരു സാക്ഷ്യം വന്നത് എന്നൊക്കെ ചോദിക്കുന്നത്. അത് ആ സാക്ഷ്യത്തിനൊരു കാരണമുണ്ട്. ആ കുട്ടി പറഞ്ഞതിൽ കാര്യമുള്ളതുകൊണ്ടാണ് നമ്മളത് ടെലികാസ്റ്റ് ചെയ്തതെന്നൊക്കെ പറയേണ്ടി വന്നു അച്ഛനും. അപ്പം ഞാൻ ഇതുവരെ അച്ഛനെ നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ ഇതുവരെ കണ്ട് സംസാരിച്ചിട്ടുള്ള ഒരു ഫാദർ അല്ല. ആ ഫാദർ എനിക്ക് വേണ്ടി സംസാരിച്ചു എന്നുള്ളതാണ് ഈ ഒരു കാരണം. ഇതുവരെ ഞാൻ പിന്നെയും പോയിട്ട് കണ്ടിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ അവിടെ അധികം പോയിട്ടില്ല. ഞാൻ അതൊക്കെ എൻ്റെ അമ്മ ഇപ്പോൾ പോവും. അമ്മ ഇപ്പോൾ അവിടെ സ്ഥിരം പോകുന്നുണ്ട്. ഇന്നാള് മറ്റേ റാലിക്ക് പോയി, ജപമാല റാലി ഉണ്ടായിരുന്നല്ലോ. ജപമാല റാലിക്ക് മമ്മി പോയി. സുഖമില്ലാത്ത ആളാണ്. എന്നിട്ടും പോയിട്ട് പറഞ്ഞു നെക്സ്റ്റ് ഇയർ ഞാൻ ഇനി കാറിലേ പോകുള്ളൂ, ഇനി നടക്കൂല എന്നൊക്കെ പറഞ്ഞു. എന്ന് വെച്ചാൽ മമ്മി ഇത്രയും വയ്യ ആൾക്ക് നടക്കാനൊന്നും. അപ്പോൾ എൻ്റെ വീട്ടിൽ പലരും ആ വിശ്വാസത്തിലേക്ക് അടുത്തു കൂടുതൽ. ഞാൻ പോയിട്ട് പറഞ്ഞതിന് ശേഷം ഞാൻ ഈ സാക്ഷ്യം പറയുമ്പോൾ പോലും എൻ്റെ അമ്മ പോകുന്നില്ല അവിടെ. പക്ഷേ ഇതിന് ശേഷം എൻ്റെ അമ്മ അതിൽ പോയി. എനിക്കറിയാവുന്ന ഒത്തിരി പേര് ഒത്തിരി പേര് പോയി. പക്ഷെ ആരും, ചില ആർട്ടിസ്റ്റുകൾ പോയി. എല്ലാവരും ഒന്നും തുറന്നു പറയത്തില്ല. എന്നോട് ചെന്ന് ചോദിച്ചു പോയിട്ട് എന്തായി. പിന്നെ സുഖമില്ലാതെ കിടന്ന ബെഡ് റിഡൻ ആയിട്ടുള്ള ചില ആളുകൾ എന്നെ വിളിച്ചിട്ട് പോണ കാര്യം. അപ്പം ഞാൻ പറഞ്ഞു ബെഡ് റിഡൻ ആണ്, ആരെങ്കിലും അവർക്ക് വേണ്ടി പോകും, പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെയൊക്കെ ഒത്തിരി പേര് എന്നെ കോണ്ടാക്ട് ചെയ്യാനൊക്കെ നോക്കി, മെസ്സേജ് വഴിയൊക്കെ. ഇപ്പോഴും ധന്യ അതില് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എനിക്ക് വിശ്വാസത്തിൽ ഒരു തരി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ മാറിയിട്ടില്ല.